ഇറാനെ കേന്ദ്രീകരിച്ച് ഒരു മിഡിൽ ഈസ്റ്റ് ഏകോപന സംവിധാനം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നിപ്പോൾ പുറത്തു വരികയാണ്. അമേരിക്കയുടെ തെറ്റായിരിക്കുന്ന നിലപാടിനെതിരെ ഒരു ഏകോപന സംവിധാനം നിർബന്ധമായി വേണമെന്ന് മുൻപ് തന്നെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് വേണ്ട വിധം ഉൾക്കൊള്ളാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങളെല്ലാം ഈ അഭിപ്രായത്തിൽ നിന്ന് അവരെ പിന്നോട്ട് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ഇറാനല്ല ലക്ഷ്യം, മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവൃത്തിയും അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളുമാണ് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രശ്നമായി വരുന്നത് എന്നത് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്ക് ഭാവിയിൽ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതോടനുബന്ധിച്ച് ചില മാറ്റങ്ങൾ, മുൻ വൈരാഗ്യങ്ങളും എതിർപ്പുകളും മാറ്റി നിർത്തി ഇറാനെ അംഗീകരിക്കാനും ഇറാനുമായിട്ട് മേഖലയിൽ സഹകരിക്കാനും വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം, നിലവിൽ ഇറാൻ്റെ ഒരു ശക്തമായിരിക്കുന്ന ഇടപെടലുകളും നടപടികളും അത് മാത്രമാണ് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ധൈര്യമുള്ളത് എന്നതാണ്. അതിൻ്റെ കാര്യം, 59ഓളം മുസ്ലിം രാജ്യങ്ങളിൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രണാങ്കണത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. ഇറാൻ്റെ ബലവും ശക്തിയും ക്ഷയിക്കുന്ന ഒരു സാഹചര്യമോ കാലമോ ഉണ്ടായാൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിനെ സർവാധിപത്യത്തോടു കൂടി പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും. അത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കും. എത്രത്തോളം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. അവർക്കറിയാത്ത ഒരേ ഒരു കാര്യം ഇറാൻ്റെ കയ്യിലുള്ള ബലവും ശക്തിയും എത്രയുണ്ട് എന്നുള്ളതാണ്. അത് അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായിരിക്കുന്ന തെളിവായിട്ടാണ് നമ്മൾക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത്രക്ക് ശക്തമായിരിക്കുന്ന പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിക്കും എന്ന് ഇസ്രായേലിനോ അമേരിക്കക്കോ അറിയാമായിരുന്നു എങ്കിൽ ഒരിക്കൽ പോലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മുതിരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള രാജ്യങ്ങളാണ് എല്ലാ രാജ്യവും. ഏറെക്കുറെ ഒന്നിനൊന്ന് മെച്ചം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ പ്രതിരോധ രംഗത്തോ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനോ ശക്തിയും കഴിവുമുള്ളവർ ആരുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതിപ്പോൾ ഇറാഖും സൗദിയും തമ്മിലുള്ള വിഷയമോ ഇറാഖും കുവൈറ്റും തമ്മിലോ അല്ലെങ്കിൽ ഖത്തറും സൗദിയും തമ്മിലുള്ള വിഷയത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെയൊക്കെ മേലെ അമേരിക്ക പോലെയുള്ള സർവാധിപത്യമുള്ള ഒരു രാജ്യം യുദ്ധ രീതികളൊക്കെ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിനനുസരിച്ച് അവരെ കീഴടക്കാൻ വേണ്ടി മുതിരുന്ന ഒരു സാഹചര്യം വന്നാൽ ആര് പ്രതിരോധിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. പലസ്തീൻ വിഷയത്തിൽ ശക്തരായിരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയും നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ പാലസ്തീൻ അനുകൂലമായ രീതിയിലുള്ള ഒരു നിലപാടും എടുത്തിട്ടില്ല. അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രം. അഭിപ്രായങ്ങൾ പറയുന്നതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നതും ഇറാനോട് മാത്രമാണ്. ഇറാനും പാലസ്തീനും തമ്മിലാണ് ബന്ധം. റഷ്യയും ചൈനയും പാലസ്തീനും തമ്മിൽ ബന്ധമില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഒരു സായുധ യുദ്ധം നടത്താൻ വേണ്ടി ഒരിക്കലും റഷ്യയോ അതല്ലെങ്കിൽ ചൈനയോ മുതിരില്ല എന്നുള്ളത് ഉറപ്പാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പകരം എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇറാൻ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ്. അവരുമായി വലിയ രീതിയിലുള്ള സാമ്പത്തിക, സൈനിക ഉടമ്പടികളും
കരാറുകളും അതോടൊപ്പം തന്നെ ആയുധ കൈമാറ്റങ്ങളും നടക്കാറുണ്ട്. അങ്ങനെ വലിയൊരു വിശ്വാസ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നതിനാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾ സഹായിക്കുന്നത് ഇറാനെയാണ്. ഇറാന് നേരെ ആക്രമണം ഉണ്ടായി ഇസ്രായേലിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും നൽകാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ ആദ്യം പറഞ്ഞു. 3 ഈ കാർഗോ വിമാനങ്ങൾ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ആ സമയത്ത് വന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. എന്തൊക്കെ ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും യുദ്ധസമയത്ത് അവർ സഹായിക്കുന്നത് മുഴുവനും യഥാർത്ഥത്തിൽ ഇറാനെയാണ്. ഇറാൻ തിരിച്ച് പല ഘട്ടങ്ങളിലും, അത് ഉക്രൈൻ യുദ്ധ സാഹചര്യം ഉണ്ടായ സമയത്ത് റഷ്യയെ അകമഴിഞ്ഞ് സഹായിച്ച ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ്. മാത്രമല്ല, ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്, തങ്ങളുടെ സൈനികരെ ആക്രമിക്കാൻ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിൽ കൂടുതലും ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം വളരെ ഭയങ്കരമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഓരോരോ അറബ് രാജ്യങ്ങൾക്കും അവരുടെ ശക്തി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മേഖലയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും സൈനികമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ. എന്നിട്ട് പോലും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. അവിടെയാണ് ഒരു ഭയപ്പാടുള്ളത്. മേലിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുകയോ അത്തരമൊരു പ്രവൃത്തിയോ സംഭവങ്ങളോ ഉണ്ടായാൽ തങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ ആശങ്കയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ചേർന്ന് നിൽക്കാൻ നല്ലത് ഇറാനാണ് എന്നവർക്ക് ബോധ്യമാകുന്നു, അല്ലെങ്കിൽ മനസ്സിലാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് പരമാവധി സഹകരിച്ചുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ധൈര്യം നൽകുകയും സഹായം നൽകുകയും ചെയ്യും. ആ പ്രവൃത്തി കഴിഞ്ഞ മാസത്തെ 13-ാം തീയതി ആരംഭിച്ച യുദ്ധം 25-ാം തീയതി അവസാനിച്ചു. 12 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തോടനുബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധം ചെയ്താൽ പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള സൈനിക രാജ്യമാണ് ഇറാൻ എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതായിരുന്നു ഈ 12 ദിവസത്തെ യുദ്ധം. യഥാർത്ഥത്തിൽ 12 ദിവസത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനാണ് ഏറ്റവും വലിയ ഹീറോയിസം ആവാൻ വേണ്ടി സാധിച്ചത്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തിയും അവരുടെ ധൈര്യവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രങ്ങളുമെല്ലാം 100% പരാജയപ്പെട്ട ഒരു യുദ്ധമാണ് ഇറാനുമായിട്ടുണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് എന്തുണ്ടായി, ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഇസ്രായേലിനെയും കീഴടക്കാൻ വേണ്ടി സാധിക്കും, അമേരിക്കയെയും കീഴടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. അങ്ങനെ ഒരു ഹീറോ പരിവേഷം ഇറാന് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഇറാനെ ആക്രമിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും ഇറാനോടൊപ്പമുള്ള സൈനിക ഇടപാടുകളും സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങാനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് OIC വിളിക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ട സമയത്ത് തയ്യാറാണ് എന്ന് OIC സംഘടന പറഞ്ഞത്. അവിടെ വെച്ച് ഒരു ഏകോപന തീരുമാനം ഉണ്ടാക്കണം. മുമ്പ് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് മുൻപാകെ നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇസ്രായേലിനെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം. അത് ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് വേണ്ടത് എന്ന തരത്തിലാണ് അവരെത്തിയത്. മാത്രവുമല്ല, ഇറാനുമായിട്ട് നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കണം, അവരുടെ സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ നിർത്തണം, അവരുടെ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കണം. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ, ഏകദേശം 10ഓളം നിർദ്ദേശങ്ങൾ ഇബ്രാഹിം റൈസി നൽകി. ജിദ്ദ ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾ മുഴുവനും പങ്കെടുത്തു. അറബ് രാജ്യങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങൾ പങ്കെടുത്തു. അങ്ങനെ വിശാലമാക്കപ്പെട്ട ഒരു ഉച്ചകോടിക്ക് മുൻപിൽ യഥാർത്ഥത്തിൽ അവർ പകച്ചു പോയി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പം നടക്കുന്ന യുദ്ധം ഇസ്രായേലും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. പകരം ഇത് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ, അല്ലെ അറബ് രാജ്യങ്ങൾക്ക് നേരെ വല്ലാതെ വൈകാതെ തന്നെ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ആയതിനാൽ ഇസ്രായേലിനെതിരെ ആരാണോ യുദ്ധം ചെയ്യുന്നത് മേഖലയിൽ, ആരാണോ എതിർക്കുന്നത് മേഖലയിൽ
അവർക്ക് സഹായം നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ബാധ്യസ്ഥമാണ്. ആ വിഷയത്തിലേക്ക് നമ്മൾ ഊന്നിയിട്ട് സംസാരിക്കണം എന്നാണ് ഇബ്രാഹിം റൈസി പറഞ്ഞത്. നമ്മൾ യോഗം കൂടുന്നു, കാവ കുടിച്ച് പിരിയുന്നു, അതിനപ്പുറമായ രീതിയിൽ ഒരു കൃത്യമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് ആ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് എത്തണം എന്ന് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായിട്ടില്ല, അതൊരു പൂർണ്ണമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്ക് അത് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ മറ്റൊരു രീതിയാണ്. അങ്ങനെ അവരുടെ മീറ്റിംഗ് പിരിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മീറ്റിംഗ് കൂടുന്നു. അതിനിടയിൽ ഒരു വലിയ അത്ഭുതകരമായ സംഭവം നടന്നു. അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN സഭയിൽ വെച്ച് ഒരു പ്രമേയം അവതരിപ്പിച്ചു. UN സഭയിൽ വെച്ചിട്ട് പ്രമേയം എന്ന് പറയുന്ന സമയത്ത് തങ്ങളുടെ രാജ്യം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പൗരാണിക കാലത്തിലുള്ള തങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സാധൂകരിക്കാൻ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ്. എന്താണ് ആഗ്രഹം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം പറഞ്ഞത്, വിശാല ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക. ആ സാമ്രാജ്യത്തിനോട് ഇനി കൂട്ടിച്ചേർക്കേണ്ട പ്രദേശത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ ലോകം തന്നെ അമ്പരന്ന് പോയത്, ഞെട്ടിപ്പോയത്. സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഏറെക്കുറെ മധ്യഭാഗങ്ങൾ പകുതിയും ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അതിൽ വിശുദ്ധമായിരിക്കുന്ന മക്ക ഷെരീഫും മദീന ഷെരീഫും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൗരാണിക കാലത്ത് ഞങ്ങളുടെ ആസ്ഥാനമായിരുന്നു, അത് മുസ്ലിങ്ങൾ പിടിച്ചടക്കിയതാണ്, അത് ഞങ്ങൾക്ക് വിട്ടുകിട്ടണം, ഞങ്ങളുടെ ദേശത്തോടൊപ്പം അത് കൂട്ടിച്ചേർക്കും എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നത്, ലെബനാൻ, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രദേശങ്ങളും കൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, സിറിയ ഏറെക്കുറെ മുഴുവനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതാണ് അതിൻ്റെ അവസ്ഥാസ്ഥിതികൾ. അങ്ങനെ ഈ 4 രാജ്യത്തിൻ്റെ ഭാഗങ്ങളും സൗദി അറേബ്യയുടെ മധ്യവും കൂട്ടിച്ചേരുന്ന സമയത്ത് വിശാല ഇസ്രായേൽ സാമ്രാജ്യം രൂപപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കും. ഇത് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഇബ്രാഹിം റൈസി പറഞ്ഞത്. അത് ഇബ്രാഹിം റൈസി മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ കാര്യമാണ്. മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും കൃത്യമായ രീതിയിൽ ഇത്രയും നിലപാട് പറഞ്ഞ ഒരു ഭരണാധികാരി മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞ് നമ്മളിപ്പോൾ 2025 ഓഗസ്റ്റിലെത്തിയതോട് കൂടിയിട്ട് എന്താവുന്നുണ്ട്, യഥാർത്ഥത്തിൽ അന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചില മാറ്റങ്ങളാവാം എന്നുള്ളിടത്തേക്ക് ആരെത്തുന്നത്, അറബ് രാജ്യങ്ങൾ എത്തുന്നത്. നമ്മൾ അങ്ങനെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് നിൽക്കേണ്ട സ്ഥിതിയല്ല. പകരം എന്ത് ചെയ്യണം, നമ്മളും കൂടി ഇതിൻ്റെ ഭാഗമാകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇറാനുമായിട്ട് സഹകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ ക്ഷീണമാണ്. കാരണം എല്ലാ കാലത്തും ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള അകൽച്ച ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ച രാജ്യമാണ് അമേരിക്ക. അവർ തമ്മിൽ ഏകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും സാരമായിട്ട് ബാധിക്കുമെന്ന് മുൻപ് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതാണ്. എങ്ങനെയാണ് സാരമായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞാൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികമായിട്ട് വലിയ ശക്തിയുള്ള രാജ്യമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ശക്തിയുള്ള രാജ്യമാണ്. ഒരു ഭാഗത്ത് സാമ്പത്തിക ശക്തിയും അതിനോട് ചേർന്നുകൊണ്ട് ഈ സൈനിക ശക്തിയുമുള്ള രാജ്യങ്ങൾ ഒന്നിക്കുന്നൊരു സാഹചര്യം വന്നാൽ ഭാവിയിൽ അത് മുറിവേറ്റ സിംഹത്തെ പോലെ ആവുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൈനയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് ഒരു യോജിപ്പിലെത്തിച്ചത്. അതുകൊണ്ട് ചൈനയും രൂക്ഷമായ രീതിയിൽ തന്നെയാണ് അവർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞിരുന്ന കാര്യം, മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിന് പിന്തുണ നൽകി വലിയൊരു സംവിധാനത്തോടു കൂടിയുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇതിൽ 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ചരിത്രകാരന്മാർ. അതിലൊന്ന്, റഷ്യയും ചൈനയും ഒക്കെ അറബ് രാജ്യങ്ങളിലേക്ക് ഇറങ്ങി വരണം എന്ന അഭിപ്രായം അറബ് രാജ്യങ്ങൾക്കുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അമേരിക്കയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. പ്രതിസന്ധി ഘട്ടത്തിലെത്തുന്ന സമയത്ത് അമേരിക്ക വഴി മാറിയാണ് നടക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ റഷ്യയും ചൈനയും ഇങ്ങോട്ട് കയറ്റി അവർക്ക് വേണ്ട രീതിയിലുള്ള സൈനികമായിരിക്കുന്ന അംഗീകാരവും ഇടപെടാനുള്ള അവസരങ്ങളും ഒരുക്കണമെന്നാണ്.
കുവൈറ്റ് ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിലൊരു നിലപാട് പറഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്ന നിലപാട് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. റഷ്യയെയും ചൈനയെയും നമ്മുടെ ദേശത്തോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും അവർ വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യും എന്നൊരു അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതോടുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മറ്റൊരു തരത്തിൽ പിന്നെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഒമാൻ തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുത്തു. സൈനികമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടി, അതായത് വിമാനത്താവളം, സൈനിക കേന്ദ്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭൂപ്രദേശം വിട്ടുകൊടുത്തു. ഈ ഭൂപ്രദേശം വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കൊക്കെ വല്ലാത്ത രീതിയിലൊരു പ്രയാസം സൃഷ്ടിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അവർ വിട്ടുകൊടുത്തു എന്ന് പറയുകയും നമ്മൾ മറ്റുള്ളവർ നൽകാൻ താല്പര്യമില്ല എന്നുള്ള സമീപനം എടുക്കുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് മാറും. കാര്യം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഏകോപനമില്ല എന്നൊരു അഭിപ്രായം പുറത്തു വരാൻ സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. ഇപ്പോൾ ഒമാൻ അത് പറഞ്ഞു, ഒമാൻ അതിൻ്റെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ നിലവിൽ ഈ എയർപോർട്ട് പോലെയുള്ള സംവിധാനത്തിൻ്റെ നിർമ്മിതികളാണ് ഇറാൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒമാൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്കും ഇതിനേറെക്കുറെ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് വല്ലാത്ത രീതിയിൽ അത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം അങ്ങനത്തെ ഒരു പ്രവർത്തികൾ ചെയ്യരുത് എന്ന് അറബ് രാജ്യങ്ങളോട് അമേരിക്ക പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ സമയത്ത് അതിന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കും. പക്ഷേ ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവർ വല്ലാത്ത രീതിയിൽ പ്രയാസമാണ്. കാര്യം ഒരു കാലത്തൊക്കെ അമേരിക്കയുടെ സൈനികരായിരുന്നു അറബ് രാജ്യങ്ങളുടെ സൈനികർക്ക് പ്രാക്ടിക്കൽ പോലും കൊടുത്തിരുന്നത്. ഇന്ന് കാലം മാറിയിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ അവരുടെ ആ രാജ്യത്ത് ഈ അറബ് രാജ്യങ്ങൾ എത്രത്തോളം സൈനികമായിരിക്കുന്ന ബലമുണ്ട്, ശക്തിയുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അത് അവർക്ക് വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ പതുക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അറബ് രാജ്യങ്ങൾ അതിന് തയ്യാറായിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് സംസാരിച്ചിരുന്നു. തങ്ങൾക്ക് എന്ത് വേണം? ആണവായുധങ്ങൾ വേണം. അപ്പോൾ ആ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട അതിന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ആണവായുധങ്ങൾ നൽകുന്ന ഒരു കാര്യം, ആണവായുധമാണ് സമാധാന ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ കാര്യം അവർ പറയുന്നത് കറണ്ട് പോലെയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകി. പക്ഷേ അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പെട്രോളിയം ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആണവായുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കുന്നത് നഷ്ടമാണ്. പകരം പെട്രോളിലാണ് അവർക്ക് ലാഭം. പിന്നെന്തിനാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതൊന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. റഷ്യയാണ് യഥാർത്ഥത്തിൽ ഇറാന് ആണവായുധത്തിൻ്റെ ഫോർമുലകൾ നൽകുകയോ അതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറുകയോ ചെയ്തത് എന്ന് ആ കാലത്ത് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിലൊരു കൃത്യമായിരിക്കുന്ന മറുപടിയൊന്നും റഷ്യ പറയാത്തത് കൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് അവസാനിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്നത് ഈ മേഖലയിലൂടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ മേഖലയിൽ സത്യത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കറൻസി, അത് ഡോളറിൻ്റെ മൂല്യം ഉയർത്തുന്നതിൽ അറബ് രാജ്യത്തിൻ്റെ പെട്രോളിയം വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? വിനിമയം നടത്തുന്നത് ഡോളറിലാണ്. ഡോളറിൽ വിനിമയം നടത്തുന്ന സമയത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ അമേരിക്കയുടെ ഡോളറിന്, US ഡോളറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂല്യ ഉയർച്ച വളരെ മുൻപന്തിയിലായിട്ട് എത്താൻ വേണ്ടി സാധിച്ചത് അറബ് രാജ്യങ്ങളിലെ പിന്തുണയാണ്. ആ പിന്തുണ ഒഴിവാക്കിക്കൊണ്ട് പിന്തുണയ്ക്കുകയാണെങ്കിൽ റഷ്യയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഗാസ, ആ ഗാസക്കകത്ത് യുദ്ധമല്ല നടക്കുന്നത്, പട്ടിണി കിടക്കുന്നവരെ പോലും വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ നടക്കുമ്പോൾ അതിനെതിരെ
സൈനികമായിരിക്കുന്ന ഒരു ഇടപെടലിന് ലോകം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പോരായ്മ. അഭിപ്രായങ്ങൾ ഇരുന്നു കൊണ്ട് പത്രസമ്മേളനത്തിലോ ആൾക്കൂട്ടത്തിലോ ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് മുമ്പിലോ അഭിപ്രായങ്ങളും നിലപാടും പറയുന്നതിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു തലയില്ല. പകരം അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റഫ അതിർത്തിയിലാണ് ഇസ്രായേൽ സൈന്യം ഇവരെ തടഞ്ഞു വെക്കുന്നത്, വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്നത്. അത് വിടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം. ഒന്നുകിൽ അത് ഇവർ ഇസ്രായേലുമായിട്ട് സംസാരിച്ചിട്ടോ അതല്ലെങ്കിൽ സൈനികമായിരിക്കുന്ന ഇടപെടൽ നടത്തിയിട്ടോ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേലിനെ എതിർക്കുന്ന അതായത് ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് പറയുന്ന രാജ്യങ്ങൾ തീരെ കുറവാണ് എന്നതാണ്. ഇതും അവർക്ക് വല്ലാത്ത രീതിയിൽ വിഷയമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ കുറവ് വരുന്നത്? അവരുടെ എല്ലാ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒക്കെ എല്ലാ കാലത്തും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്തുണ നൽകിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവരെല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പോഴത്തെ കാലം ഒന്നുമില്ല. ഒരുപാട് വർഷത്തെ സഹകരണ ബന്ധം, 75 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ എല്ലാം കൂടി പ്രശ്നങ്ങളെല്ലാം കൂടി കെട്ടിമറിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നത്. പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, ഇതെങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. 10 മിനിറ്റ് കൊണ്ട് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ച ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ ജനുവരി 20 കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓഗസ്റ്റിൽ നിൽക്കുന്നു. 8 മാസമായിട്ടും യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് നിസ്സംശയം നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു അതിജീവനം, അറബ് രാജ്യങ്ങൾ സൈനികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സർവാധിപത്യം എല്ലാ കാലത്തും ഉണ്ടാവണം, അവരുടെ കീഴിലായിരിക്കണം ലോക രാജ്യങ്ങൾ എന്നൊരു നിലപാട് അമേരിക്കക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ കൃത്യമായ രീതിയിൽ ഈ അവരുടെ അറബ് രാജ്യങ്ങളുടെ വിഷയത്തിൽ അമേരിക്ക സുരക്ഷാ മേഖല എന്ന നിലയ്ക്ക് ഇടപെടാറുണ്ട്. ഇതിപ്പോൾ രീതിക്കൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ ഇതിനു മുൻപ് ജനാധിപത്യ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു. അമേരിക്ക സൗദി അറേബ്യയിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭരണ സംവിധാനത്തിൽ സാധാരണക്കാരായിരിക്കുന്ന പൗരന്മാരെ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ച് കഴിഞ്ഞാലോ, പരിഗണിച്ച് കഴിഞ്ഞിട്ട് ഒരു ജനാധിപത്യ വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഇറാഖിലും ലിബിയയിലും അമേരിക്ക നടത്തിയിരിക്കുന്നത് വിമതപക്ഷത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തി. അത് കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത് എന്ന് മാത്രം. പക്ഷെ അവരുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഏകോപിച്ച് കിട്ടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഓക്കെ.